അയ്യോ അയ്യോ ദൈവമേ, ഇതെന്ത് പറ്റി? ഇതെവിടെ കണ്ട വിളി? അയ്യോ 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 അയ്യോ. ഇടുമ്പോ ഈ തോരത്തിൽ കൂടെ ഇറങ്ങിപ്പോവും. തിരിച്ചു വരാത്തത് അമ്മ പറയട്ടെ. അമ്പാടി അടങ്ങിയിരി, അടങ്ങിയിരി. അമ്പാടി ഇവിടെ ഇരി പറയണേണ്. എന്റെ കുടുക്കാൻ എടുത്താൽ ഞാൻ അച്ഛന് കഷ്ടപ്പെട്ടാണ് ഞാൻ കുടുക്ക എടുത്ത് വാങ്ങിച്ചു തന്നത് അച്ഛൻ. നീ എത്ര ഉണ്ടോ? ഞാനല്ലടാ നിന്നെ വളർത്തുന്നത്. മതിയേക്കിരി അമ്പാടി. അമ്മ പറഞ്ഞ കേള്. ഒരു നിമിഷം അവിടെ അവിടെ ഇരി. ഒരു നിമിഷം അമ്മ പറഞ്ഞ കേള്. നീ അമ്മയല്ലേ പൊന്നൂന്റെ അമ്മ? അമ്മ പറഞ്ഞ കേള്. പൊന്നൂന്റെ അമ്മയല്ലേ ഞാൻ? ആണാ? അപ്പൊ പൊന്നൂന്റെ കുടുക്ക ആർക്കാ അവകാശപ്പെട്ടത്? അമ്മയ്ക്ക് അവകാശപ്പെട്ടത്. അമ്മയ്ക്ക് മുഴുവൻ, അമ്മയ്ക്ക് കുറച്ചേ എടുക്കുള്ളൂ. നമുക്ക് രണ്ടർക്കൂടെ എടുക്കാം. അമ്മേന്റെ പൊന്നാണ്, അമ്മേന്റെ പൊന്നാണ്. അമ്മ ചുമ്മാ ഇരട്ടെ. ഇടാ 30 രൂപയും തന്നിട്ട് പോടാ. ഇനി നീ വാ. അതൊന്നും പറഞ്ഞു തന്നെന്റെ അതേ കോണം തന്നെ ഇപ്പൊ. അച്ഛന്റെ പേഴ്സിന്ന് മോട്ടിക്കണ പൈസ ഞാനൊരു 132 രൂപ ഉണ്ടോ നോക്കിയതാണ്. നോക്കിട്ട് എന്താ ഉണ്ടെങ്കിൽ എടുക്കാനാ? അപ്പൊ ഇതെന്നെ സ്ഥിരം പരിപാടി ആണാ അമ്പാടി? തന്നെ അച്ഛ എപ്പോഴും അമ്മ ഈ മോട്ടിക്കും പൈസ. അല്ലെങ്കിൽ പേഴ്സിലിരിക്കണോ? അതെ, എന്റെ ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുമ്പോ അതെങ്ങനെ മോഷണമാവണം അമ്പാടി? അത് മോശമൊന്നും ആവില്ല. പക്ഷെ എടുക്കുമ്പോ ഒരാളടുത്ത് പറയണം. പതുങ്ങി ഒന്നും ആരും കാണാണ്ട് എടുക്കരുത്. ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് കടയിൽ പോയി പേഴ്സ് ഇറങ്ങുമ്പോ പൈസ ഇല്ലെങ്കിലാ പിന്നെ എന്നെ തിരിക്കണം ലക്ഷങ്ങള്. അയ്യോ, ഞാൻ പേഴ്സിൽ പൈസ എടുത്ത് വെക്കുന്ന പരിപാടി നിർത്തി. പിന്നെ നമുക്ക് ചോറും കറിയൊന്നും വയ്ക്കാൻ പറ്റൂല. അതന്നെ. അതെ, ഞാൻ എന്താ പൈസ എടുക്കാത്തന്നറിയ. ഇപ്പൊ മീൻകാരന്റെ അടുത്തും പച്ചക്കറി കടയിൽ വരെ ഗൂഗിൾ പേ ഉണ്ട്. ഓൺലൈനിൽ പൈസ കൊടുക്കാം. പിന്നെ എന്തിന് പേഴ്സിൽ കാശ് എടുത്ത് വെക്കുന്നത്? ഒരു 132 തരി. എന്തിന് 132? ഉണ്ടെങ്കിൽ എന്തിനാന്ന്? അതൊക്കെ ഉണ്ട് കൊടുത്താ. അച്ഛാ പൈസ പുറത്ത് പൈസ വെച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടാ? എന്നിട്ട് സംഭവം അതൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ പൈസ. എന്തൊരു സംഭവം എന്നിട്ടാ? അത് ഞാൻ മറ്റേ കൊറിയറിൽ ഒരു സാധനം ബുക്ക് ചെയ്ത് അതൊക്കെ കൊടുക്കാൻ. പിന്നെ കൊറിയല്ല, ജപ്പാൻ. ഗൂഗിൾ പേ ചെയ്തോളാം. വേറെ 132 രൂപയല്ലേ? ഗൂഗിൾ പേ ചെയ്താൽ ATM എടുക്കാൻ പറ്റത്തില്ല സാർ. ക്യാഷ് ആയിട്ട് തന്നെ തരണം. ക്യാഷ് ഇല്ലാത്തോണ്ടല്ലേ ഇത്രയും വലിയ വീടുണ്ടായിട്ട് സാർ തപ്പ്. ക്യാഷ് കാണും. 132 രൂപ അല്ലേ? അല്ല, ഇതെന്ത് സാധനം? എന്താ ക്യാഷ് എന്നിട്ട് തുറന്നു വയ്ക്കൂ. നിക്ക് നോക്കട്ടെ. വാ തപ്പാം, വാ. ഇതിനകത്ത് തലയില് ഇതിനകത്ത് ഇതിലൊരു 10-40 രൂപ കാണായിരുന്നല്ലോ. 10-40 ഒന്നും ഇല്ലായിരുന്നു. ഒരു 37 രൂപ ഉണ്ടായിരുന്നു. 40 അതെന്റെ ഉണ്ട്. അത് അപ്പോഴേ അലക്കി. പിന്നെ പറയാനടുത്തൊന്നും അങ്ങ് ലക്ഷങ്ങളുണ്ടെന്ന്. എടി, നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ സാധനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാണ്ട് ഈ പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്യണമെന്നുള്ളത്. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലായിരുന്നു. എന്റെ പൈസ നിന്റെ ഇല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുമ്പോൾ ഇതാണ് എനിക്ക് ദേഷ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ ഇല്ലെങ്കിൽ പറയണ്ട. ഇന്നലെ പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് പൈസ എടുത്തുകൊണ്ട് വരില്ലേ? ഇത് പറഞ്ഞ സമയത്ത് അയാൾ ഇപ്പൊ 132 രൂപ ആ ചെറുക്ക അവിടെ നിൽക്കണേ. ഞാൻ ഇപ്പൊ ഈ സമയത്ത് അവിടെ പോയി പൈസ എടുക്കും. 132 രൂപയ്ക്ക് 132 രൂപ തന്നെ വേണ്ടേ? 132 രൂപ കയ്യില്ലാത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ തന്നെയാണ് കാണുന്നത്. എന്താ വല്ലതും പറഞ്ഞ? നീ ഒന്നും പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കി ഉണ്ടാവട്ടെ. ഇതിനകത്തുണ്ടായിരുന്നു 37 രൂപ. നീ എടുത്തില്ല. ഇനി എവിടെ നിന്നാണ് പൈസ എടുക്കണത്? അല്ലെങ്കിൽ അതെന്നും അതെ
ഓരോ സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കണ്ടി കണ്ട ആക്രി പീക്രി സാധനങ്ങൾ വീട്ടിൽ വരുത്തും. ആക്രി ബേക്കറിയാ? അല്ല, ബെൻസ് കാറ്. പിന്നെ 132 ഇപ്പൊ തരേണ്ടേ ബെൻസ് കാറ്? ആ അല്ലെങ്കിൽ ഇപ്പൊ BMW തരും. അച്ഛാ ആ മാമൻ പറഞ്ഞു ഇപ്പൊ പൈസ തരാൻ. ആ മാമന് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ആ എങ്കിൽ മാമന്റെ അടുത്ത് പൊക്കോളാൻ പറ. അയ്യോ, മാമന്റെ അടുത്ത് പോകാൻ പറ്റും? അങ്ങനെ എന്റെ സാധനം അങ്ങനെ ഇരിക്കല്ലേ? എന്നാ പൈസ എടുത്ത് കൊടു. ഇതിലില്ല എന്റെ ചക്കര തരും. എന്റെ കുറെ കുടുക്കയിൽ ഇത് മോഷിച്ച് ഈ കുടുക്കയിൽ ഞാൻ കഷ്ടപ്പെട്ട ഇതിന്ന് കൈയിട്ട് വരാറുണ്ട്. അമ്മച്ചിക്ക് വേണ്ടിയാണ്. അതെ അതെ അതെ, തരാൻ പോണില്ല. നീ ഒരു കാര്യം, എന്റെ ഫയലിരിക്കുന്ന ബാഗിനകത്ത് കുറച്ച് ചില്ലറ കാണണം. കാറിന്റെ ഡാഷിനകത്ത് കാണുന്നുണ്ട്. ഇതിലത്തെ 37 എടുത്തല്ല ഉണ്ടല്ല. തപ്പ് വേഗം തപ്പ്. അയാൾ അവിടെ നിന്ന് പിത്തര വിളിക്കുന്നു. 10, 10, 50. ഇത് 5ന്റെ ആണ് കേട്ടാ. മൊത്തം 112. റെഡി ആയില്ലേ? 132. 132. അയ്യോ പറഞ്ഞ പോലെ 132 ഉണ്ടായി. അത് അതിന്റെ ഇടയിൽ അതും തട്ടിയെടുത്ത് ഇതാ 132 കൂട്ടുകാരാ. അപ്പൊ 132 ആയില്ല? സന്തോഷമായില്ല? ടിപ്പ് എന്തെങ്കിലും കൊടുക്കണേ. ടിപ്പ് നിനക്ക് അകത്ത് വന്നിട്ട് തരുന്നുണ്ട്. ടിപ്പ് ഇത്രയും വലിയ വീടുണ്ടായിട്ട് ഇത്ര ദാരിദ്ര്യമോ? ചേട്ടൻ എന്താ പണി? ഒരു 132 രൂപ എടുക്കാൻ വീട്ടിലില്ലായിരുന്നോ? എന്ത്? അല്ല, പണിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോരെ. അത്യാവശ്യം ആളിനെ ആവശ്യമുണ്ടേ. കൊറിയർ സർവീസിന്. അതെ, അത്യാവശ്യം കാശ് കിട്ടും ചേട്ടാ. ഓ ആയിക്കോട്ടെ, നീ ഇപ്പൊ ചെല്ല്. ഇന്നൊന്ന് കൊറിയറുകാരെ വായിലിരിക്കുന്ന ഒരാളെന്നെ കൊണ്ട് കേൾപ്പിച്ചു ശരിയാക്കി തരാം. നീ പൊട്ടിക്കണ്ട. നിന്റെ കുടുക്കയിൽ പൈസ വെച്ചിട്ട് നീ അമ്മയ്ക്ക് തന്നെ കിട്ടും കേട്ടാ. അമ്മ ഉദ്ഘാടനം ചെയ്യാൻ പോണേ. മനുഷ്യനെ ഓരോ ദേഷ്യം പിടിക്കാൻ വേണ്ടിട്ട് കൊറിയറുകാരെ ഇപ്പൊ എന്റെ അടുത്ത് പറയാം അയാളുടെ കൂടെ പണിയില്ലെങ്കിൽ അയാളുടെ കൂടെ പണിക്ക് വരാനായിട്ട്. 137, 132 ഇല്ലാത്ത വീട്. എന്താണ് അത് നൈറ്റ് ലാമ്പ്. നൈറ്റ് ലാമ്പാ? അത് കത്തിക്കോളൂ. നിങ്ങൾ നോക്കി രാത്രി നമ്മൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ റൂമിനകത്ത് ഫുള്ള് നിലാവ് പോലെ ഇരിക്കും. എന്നിട്ട് നിലാവത്ത് അയച്ചിട്ട് കോഴിയുടെ പോലെ നിന്റെ അമ്മ ഇവിടെ കിടന്ന് ഓടും. അല്ലെങ്കിൽ റൊമാൻസ് എന്തെന്ന് പറഞ്ഞിടാത്ത നിങ്ങളടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? റൊമാൻസ് കത്തിക്ക് അമ്പാടി നമുക്ക് രാത്രി ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് നിലാവത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടി കത്തിക്ക് കത്തിക്ക്. എവിടെ എവിടെ വരണില്ല. കത്തിക്ക്, നിലാവ് വരട്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ കാര്യം പറയാം. ഇത് കത്തറി എളുപ്പവഴിയുണ്ട്. കൊണ്ടുപോയി അടുപ്പിട്. ഞാൻ അപ്പഴേ പറഞ്ഞാൽ ഈ ചൈന ഈ വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച് വെറുതെ മനുഷ്യന്റെ കാശ് കളയാൻ പാടില്ലെന്ന്. ഹലോ ദേ വന്ന് പുറത്തു വന്ന് അടുത്ത കൊറിയറുകാരൻ വന്ന്. ഇനി അടുത്ത ആക്രി എന്തൊരു സാധനമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക? 63 രൂപ, 27 രൂപ. എന്താണോ ബുക്ക് ചെയ്ത്? പോയി നോക്ക് ചെല്ല്. അമ്പാടി മക്കളെ കാത്തു. നിന്റെ ചിരി കൊടുക്കും മാമൻ. അല്ല മാമ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എന്താ വിശേഷം ചോദിക്കുക? ഓ എന്റെ പൊന്നു മക്കളെ, അതൊക്കെ പറഞ്ഞാണ്ടല്ലോ നമ്മൾ ചിരിച്ച് മരിക്കും. എപ്പോഴും ചിരി കൊടുക്കന്നെ. ചിരി വള്ളി പൊട്ടിയതാ. എന്തോന്ന്? അല്ല ഒന്നുമില്ലാന്ന് പറയായിരുന്നു. ഒന്നുമില്ലാന്ന്, അത് ഭാഗ്യമായി. മക്കളെ ചിരിച്ചാല് ആയുസ് കൂടിക്കൊണ്ടേയിരിക്കും. ചിരിച്ചായുസ് കൂടും. അതല്ലേ അപ്പൂപ്പ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അല്ല, നിന്റെ മുഖത്ത് കടന്തൽ കുത്തിയാണൊക്കെ ഇരിക്കണം. നിന്റെ ആരെങ്കിലും ചത്താ? ചത്ത്. ആര് ചത്തൊന്നും കേട്ടാലും ചിരിക്കുമല്ലേ? പിന്നെ തന്നിട്ടുള്ള കാര്യമല്ലേ? അമ്മ വാങ്ങോണ്ടിരിക്കാം. ആര് ചത്തെന്ന് പറഞ്ഞത്? അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ ഒരാള്. അതാര്? അതൊക്കെ വളരെ നന്നായി. മക്കളെ എന്നാ ഇത് പിടിച്ചു, കുറച്ച് ചോക്ലേറ്റാ മകള് നിന്നു. പശു കാടി പിടിക്കണല്ലേ? അപ്പൊ അതാണ് കാര്യം.
അല്ലെങ്കിൽ ഇവൾ ലോക വണ്ടിയാ. ഇത് പറയാനാണ് മാമ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ. പിന്നല്ലാതെ നിനക്ക് ഈ ഫോണിലൂടെ ഓർഡർ ചെയ്ത് ഈ കണസ സാധനങ്ങൾ വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? അയ്യോ അയ്യോ, മിണ്ടായി അമ്പാടി. നീ എന്തിനാ കൊച്ചിനെ രക്ഷപ്പെടുന്നത്? അങ്ങാടി തോറ്റേനെ അമ്പാടിയോട്. ആ പിന്നല്ലാതെ. അയ്യോ എടി നിനക്ക് കടയിൽ പോയി നല്ല സാധനങ്ങൾ നോക്കി കണ്ട് എടുത്ത് വാങ്ങിച്ചോട്. ഉപയോഗമുള്ള സാധനങ്ങൾ നോക്കി എടുത്ത് വാങ്ങിക്കണം. ആ കത്തണ സാധനം വാങ്ങണം. ഞാൻ ഇതന്നെ ഇത്ര നേരമായിട്ട് പറഞ്ഞോണ്ട് കേൾക്കണ്ടേ മാമ. എന്റെ മാമ എങ്ങോട്ട് വെക്കാണ്? മാമന് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് അറിയാത്തോണ്ടാണ്. നമുക്ക് കടയിലുള്ളതിനെക്കാട്ടിലും സെലക്ഷൻ ഉണ്ടെന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോ. അതുപോലെ കടയെക്കാട്ടിലും പൈസ കുറവാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോ. അതിനെ കുറിച്ച് അറിയാമോ? അറിഞ്ഞൂടെയും മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇത് കത്തണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താടാ? നല്ലപോലെ കത്തുന്ന അടുപ്പിൽ കൊണ്ടിടണം. ഇത് അടുപ്പിലിട്ട കത്തോടെ നോക്കാം. അതെ, ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓൺലൈൻ എന്ന് വെച്ചാൽ എന്തോടെ? ഓൺലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടും. ലേസ്, ഇതേപോലെ ഡ്രസ്സ്, ഇതേപോലെ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. അരെടുക്കാൻ പറ്റൂടെ അവിടെ നിന്ന്? അത് കിട്ടൂല. അത് ബിവറേജിൽ പോയി നരകിച്ച് നിന്നാലേ കിട്ടൂ. അപ്പൊ മനുഷ്യന് ആവശ്യമായ ഒരു സാധനങ്ങളും കിട്ടത്തില്ലല്ലേ? പിന്നെ എന്തോന്ന് ഓൺലൈനിലൂടെ? ഇത് ചിരിയാണോ കരച്ചിലാണ്? രണ്ടും ഉണ്ടടാ കൊച്ചേ. എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തണേ? നിനക്കൊന്ന് കത്തിയാലെന്താ? ഐഡി പറഞ്ഞിട്ടാ പോയേ. അടുപ്പിലിട്ട് അതിൽ നിന്ന് കത്തും. എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്താ? കളിയാക്കലിന് PhD എടുത്ത ആളല്ലേ? അല്ലടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ ഇപ്പൊ നിന്റെ നൈറ്റ് ലാമ്പ് അല്ലേ? നൈറ്റ് ലാമ്പിന്റെ എന്ത് വിളിച്ചെന്നാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞല്ലോ. എന്താ നിലാ വിളിച്ചല്ലേ? ലാന വിളിച്ചോ? നിലാ വിളിച്ചം. അയ്യോ ഇന്ന് രാത്രി ഇട്ട് നമ്മൾ നിലാ വിളിച്ചത് ഇങ്ങനെ കിടന്നുറങ്ങണ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം വരും. നോക്കടി രോമാഞ്ചടി, നോക്ക്. ഇല്ലാത്ത രോമം വരണി. ചന്തേട്ടാ എഴുന്നേറ്റ് പോ. അതെ, ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ കുറേ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ പാട്ടും കൂടെ പാടി എന്നെ കൊല്ലല്ലേ? നിന്റെ നിലാവിളിച്ച് നോക്കട്ടെ. ഇപ്പൊ നോക്കണ്ട. ഇത് നിലാവാന്നല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നണ എന്താണെന്നറിയോ? ഈ നിലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ വെളിച്ചം, ചന്ദ്രൻ. ഇത് ഇന്നല്ലെങ്കിലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് നിന്ന് കത്തു കേട്ടാ. ഓ, അടുപ്പിലിടുമ്പോഴായിരിക്കും. അല്ലല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയണത്. സീരിയസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിലാവെളിച്ചം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അതായത് കറുത്തവാവിന്റെ അന്ന് നിലാവെളിച്ചം ഉണ്ടാവില്ല. വെളുത്തവാവ് വരുമ്പോ ചിലപ്പോ നിന്ന് കത്തും. ഞാൻ എന്തെങ്കിലും കത്തിച്ചോളാം. നോക്കട്ടെ നിന്റെ നിലാവെളിച്ചം. മിണ്ടായത് നന്ദേട്ടാ, മിണ്ടായത് നന്ദേട്ടാ. ഒന്ന് നീ എന്റെ മോളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് നല്ല ബുദ്ധിയാ. അതും ചെറുപ്പത്തിലെ ഇവിടെ തെളിയിച്ചിട്ടുള്ളതാ. നന്ദേട്ടന്റെ കൂടെ കൂടി കൃത്യസമയത്ത് തന്നെ കളിയാക്കാൻ മാമനും വന്നല്ല. പഴയ കുറെ കഥകളും കൊണ്ട്. ചെറുപ്പത്തിലെ കഥകളാ? അത്ര ചെറുപ്പമൊന്നുമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. ഇവരൊക്കെ ആവേണ്ട പ്രായമായി. അതെ ഇവിടെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടില് പട്ടിയും പട്ടിക്കൂടും ഉണ്ടായിരുന്നു. അതിനൊരു കൂട്ട് വാങ്ങിക്കാൻ ഞാനിവിടെ പറഞ്ഞു. ഇവിടെ ചെയ്തെന്താണെന്ന് അറിയാടാ? വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചടാ. ഇവിടെ അടുത്ത കടയിൽ പോയേ പുട്ടും കടലയും വാങ്ങിച്ചിട്ടുണ്ട്. മാമ എന്റെ അടുത്ത് പറഞ്ഞത് പൂട്ട് വാങ്ങിക്കൊണ്ടിരാ. ഞാൻ കേട്ടത് പുട്ടെന്ന്. ഞാൻ പുട്ടും കടലയും വാങ്ങിക്കൊണ്ട് എപ്പോഴും തീറ്റിയുടെ വിചാരമല്ലോ. അതുകൊണ്ട് പുട്ടും കടലയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ 132 രൂപ പോയത് അത്ര വലിയ നഷ്ടമൊന്നുമല്ല. നിങ്ങൾ 130 പറയണ്ട. 132. ഞാൻ എവിടെന്നെങ്കിലും ഇരുന്നിട്ടാണെങ്കിൽ നിങ്ങളെ പൈസ തിരിച്ചു തരും. പോരെ? വേണം. പെമ്പിളരായാൽ വാശി വേണം. അങ്ങനെ വേണം. എവിടാ മാമനും കൂടെ എന്നെ കളിയാക്കും കൂടെ. ബുദ്ധി ബോധമുള്ള ആരെങ്കിലും ഈ ചൈനക്കാരെ സാധനം മേടിക്കും മാമ? വല്ല ഉറപ്പ് ഗ്യാരണ്ടി? അങ്ങനെ പറയരുത്. ചൈനക്കാരുടെ സാധനത്തിന് മനുഷ്യന്റെ ആയുസാടാ. അപ്പോ മാമ പറഞ്ഞ് 70-80 കൊല്ലൊക്കെ പ്രവർത്തിക്കുന്ന ഏത് ചൈനയുടെ സാധനം ഉള്ളത്? മനുഷ്യന്റെ ആയുസ് എത്രയുണ്ടെന്ന് ആർക്കറിയാം? നിന്ന നിപ്പലല്ലേ തട്ടിപ്പോണത്. അതുപോലെ ഈ ചൈനയുടെ സാധനങ്ങളും. അത് പോയത്. എടാ ഒന്ന് കത്തടാ. എടാ പ്ലീസ് ഒന്ന് കത്ത്. സമയത്ത് എനിക്ക് വാങ്ങാൻ തോന്നുന്നു. ഇതൊരു കത്താൻ ഒരു ഐഡിയ പറയട്ടാ. എന്താ പറഞ്ഞ? അച്ഛൻ പറഞ്ഞ പോലെ അടുപ്പിലിട്ടാ മതി. പാടി എല്ലാ പ്രശ്നവും ഞാൻ പാടി. നിലാവേ മായുമോ കിനാവും ലൈറ്റ് ഒന്ന് ഓഫാക്കി.
അങ്ങോട്ട് ഓഫാക്ക്. കൈക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ലൈറ്റ് ഓഫ് ആക്കിയാലേ ഈ റൂമിനകത്ത് നിലാവിളിച്ചെന്നറിയുള്ളൂ. ഉണ്ടോരം അയ്യോ അയ്യോ ദൈവമേ, ഇതെന്ത് പറ്റി? ഇതെവിടെ കണ്ട വിളി? അയ്യോ 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 ലൈറ്റും ഇല്ലല്ലോ ഭഗവാന്. എന്തടി മാമനടക്കം എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ എന്തായി പോയി? എന്ത്? അതായത് ഒന്നുമില്ല മാമ, ചുമ്മാ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് എന്തിന് ഓഫ് എന്തിന് ഓഫ് ഓഫ് ലൈറ്റ് ഓഫ് ലൈറ്റ് ഇട്. കണ്ട കണ്ട ഈ ലൈറ്റ് ഓഫ് കണ്ട 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 കണ്ട. നിനക്കെന്ത് പറ്റി പെണ്ണേ? എല്ലാം കൂടെ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ എന്തായി പോയി? മൂന്നൂറ് കൂടെ എന്നെ എന്തോരം കളിയാക്കി. ഇതെന്തുവാടേ ഇത്? ഒന്നുമില്ല എന്റെ മാമ. 132 രൂപ മേടിച്ചത് ഈ ചൈനക്കാരുടെ സാധനല്ലേ, അതൊന്നെ കത്തി. അതിനാണ് ഇത്രയും വലിയത്. അയ്യോ, ഇതിനാണോ കാര്യം? ആ മനുഷ്യനെ ഉറക്കം കളഞ്ഞിട്ട് എനിക്ക് ഉറക്കം പറ്റും. അങ്ങനെ ഇപ്പൊ ഉറങ്ങാൻ പോകാം. ഉറങ്ങാടി മൂന്നെണ്ണത്തിന് എന്നെ ഉറക്കൂല. എന്ത് ചേ നേരത്തെ മൂന്നെണ്ണം കളിയാക്കിയില്ലേ? അപ്പൊ എനിക്ക് എന്ത് സങ്കടം അറിയാമോ? ഇപ്പൊ ഒന്നും പറയില്ലേ? എന്ത് പറയാനില്ലേ? ഓ എന്റെ ദൈവമേ, പറയില്ലേ? ഇവള് ഉറക്കത്തില്ലടാ ഇന്ന്. ആ അതെ, ലോകത്തിലെ എല്ലാ ശാസ്ത്രം അറിയണ സാറേ. ഇത് വെളിച്ചമുള്ളപ്പോ കത്തൂല, വെളിച്ചില്ലാത്തപ്പോഴേ കത്തു. മനസ്സിലായ? ആ അത് തലയില് വെളിച്ചമുള്ളവരടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇപ്പൊ കത്തിയാ എനിക്ക് കത്തി. എനിക്കും ചിരി മധുരം.